ജോയിന്റ് മൂഡ്. ഏതാ മൂഡ്? പോളി മൂഡ്, അംബാനി മൂഡ്. ഇവിടെ രശീല സൂപ്പർ പടം. ഈ അർജുനോത്സവം പൊളിച്ച്, പുന്നാളം പൊളിച്ച്, പിന്നെ ബാലു വർഗീസ് അടിയായിട്ട് പൊളിച്ച്. വേറെ രശീല. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടം. അർജുൻ അശോകന്റെ ലുക്കൊക്കെ ഇതിനു മുന്നേ ചാർലിക്കകത്ത് വന്ന ഡീക്യുവിന്റെ പോലത്തെ ഒരു വേറെ മൂഡാണ് പുള്ളി. നൈസ്, വേറെ മൂഡാ. എല്ലാരും വന്ന് കാണ്. പുള്ളി എങ്ങനെ സൈക്കോ ആണോ പടത്തില്? അർജുൻ അശോകൻ സൈക്കോ ആണോ പടത്തില്? സൈക്കോ തന്നെ, വേറെ മൂഡ്. ഇതാ ട്രിപ്പ് മൂഡ്, പുള്ളി ജോയിന്റ് മൂഡ്. ഏതാ മൂഡ്? പോളി മൂഡ്, അംബാനി മൂഡ്. ടിസ്റ്റ് ഒരുപാടൊന്നുമില്ല, എന്നാലും ടിസ്റ്റ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കും ക്ലൈമാക്സ് വരെ നമ്മളൊരു സംഭവം നമ്മളെ മനസ്സിലുണ്ടാവും, അർജുൻ അശോകൻ ഇന്നതാണ്. പക്ഷെ നമുക്ക് അവിടെ ക്ലൈമാക്സിന് കൊണ്ടുവന്ന് അതല്ല എന്നുള്ളൊരു സംഭവം മാറും. എന്തായാലും സബ്ജക്ട് കൊള്ളാം. അർജുന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ചാർലിയിലെ ദുൽഖറിന്റെ പോലത്തെ ഒരു ഗെറ്റപ്പ് ഒക്കെ ആണല്ലോ. അപ്പൊ അർജുൻ അശോകന്റേത് ഇത്രയും നാൾ ഇപ്പൊ രോമാഞ്ചത്തിലാണ് എനിക്ക് തോന്നുന്നത് അർജുൻ അശോക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊന്നും വേറൊരു രീതിയിലാണ്. പിന്നെ ആ ഒരു ചിരി, ആളുടെ ഒരു ചിരി പാഷൻ ആ ഒരു സാധനം ഉണ്ട്. എന്നാലും ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് അർജുൻ അശോക് കൊള്ളാം, നല്ല സംഭവം. ഒരു സൈക്കോ ക്യാരക്ടർ ആണോ അർജുന്റെ? ഏതാ? സൈക്കോ അല്ല, സംഭവം വേറൊരു സംഭവമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് വരെ അർജുൻ അശോകൻ ഇന്ന ആളാണെന്ന് നമുക്ക് ഒരു ചിന്ത ഉണ്ടാവും. പക്ഷെ അതല്ല, ക്ലൈമാക്സ് വരുമ്പോൾ നമുക്ക് ആള് മാറും. നമ്മൾ ചിന്തിക്കും, നമ്മൾ കാണുന്നവർക്ക് വിചാരിക്കും അർജുൻ അശോകൻ ഇതാണ് സംഭവം എന്ന്. പക്ഷെ സംഭവം അതല്ല. നമ്മൾ പിന്നെയും നമ്മളൊരു ടെസ്റ്റ്. പിന്നെ അനശ്വരയാണ് പറയാനുള്ളത്. അനശ്വര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അനശ്വര എന്തായാലും കൊള്ളാം, സംഭവം. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സാധനം. ഫാമിലി ആയിട്ടും എല്ലാവർക്കും കാണാം. ഫ്രണ്ട് ഇപ്പോൾ ഓഡിയൻസിന്, എല്ലാ ഓഡിയൻസിനും പിടിക്കും. ടീംസ് എല്ലാവർക്കും പിടിക്കും. അർജുൻ അശോകന്റെ മാത്രമല്ല, അനശ്വര ആണെങ്കിലും ബാലു വർഗീസ് ഇമോഷണലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ കപ്പിയറാണെങ്കിലും എല്ലാം കോമഡി ഉണ്ട്. എന്തായാലും നമ്മളൊരു ഇന്റർവെല്ലിന് ശേഷം നമ്മളൊന്ന് പിടിച്ചിരുത്തും. സംഭവം കൊള്ളാം, നല്ല സബ്ജക്റ്റാണ്. നമ്മൾ എവിടെയൊക്കെ കണ്ടായിട്ടുള്ളൊരു ഈ ഒരു കഥയായിട്ട് നമുക്ക് എവിടെയൊക്കെ തോന്നുമെങ്കിലും അതൊന്ന് വേറെ രീതിയിൽ മാറി നിന്നിട്ട് സാധനം ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ്. പുള്ളിയുടെ ഗെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചാർലിയിലെ ഡീക്യുവിന്റെ ഒക്കെ ഒരു ഗെറ്റപ്പ് ആണല്ലോ, എങ്ങനെയുണ്ട് അതൊക്കെ? പിന്നെ അനശ്വര എങ്ങനെയുണ്ട്? അനശ്വര എല്ലാരും കൊള്ളാരും, നല്ല പടം. എങ്ങനെ, കോമഡി ആണോ അതോ ത്രില്ലർ ആണോ? എന്ത് ടൈപ്പ് പടം? എല്ലാം ഉണ്ട്, കണ്ടിരിക്കാം. ഫുൾ പാക്കേജ് ആണ്. ഓക്കെ. നല്ല വെറൈറ്റി പടം ഇഷ്ടപ്പെട്ടു? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ പടം. ആരുടെ അഭിനയം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? എല്ലാരും ആ മൂന്ന് പേര് നല്ല ഒന്നിനൊന്ന് വെച്ചായിരുന്നു. നല്ല അനശ്വര വളരെ അടിപൊളി, സൂപ്പർ. എല്ലാരും നന്നായി. വളരെ നന്നായിട്ട് പടം. ഒരു കാപ്റ്റിവേറ്റിംഗ് മൂവി ആയിരുന്നു, ത്രില്ലർ ആയിരുന്നു. ഇതിൽ ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസിന്റെ ചൈൽഡ്ഹുഡ് അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വെരി ഹാപ്പി പാർട്ട് ഓഫ് ദിസ് മൂവി. നല്ല എന്റർടൈനറാണ്. കോമഡി ഉണ്ട്, ത്രില്ലറാണ്. നല്ല മെസ്സേജ് ഉണ്ട്. അർജുനാശോകം താർത്തുണ്ട്. അനശ്വരാജിന്റെ ടൈമാണ് ഇപ്പോൾ. അനശ്വരാജും താർക്കുണ്ട്. പിന്നെ മറ്റേ അൽത്താഫ്, ബാലു വർഗീസ് എല്ലാം നടന്നിട്ടുണ്ട്. ഇത് ഫാമിലിയിൽ പോയി കാണാൻ എന്റർടൈനറാണ്. ആകെ നെഗറ്റീവ് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു കാസ്റ്റിംഗ് ശരിയായില്ല. ബാക്കിയെല്ലാം നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ല എന്റർടൈനറാണ്. അനശ്വരയുടെ ഇതുവരെ കാണാതെ പ്രകടനം എല്ലാവരും പറയുന്നില്ല. അനശ്വര കുറച്ച് ആക്ഷനും കുറച്ച് നെഗറ്റീവ് എല്ലാം ആക്ഷൻ ഉണ്ട്, നെഗറ്റീവ് എല്ലാം ഉണ്ട്. ഇപ്പം അനശ്വരയുടെ ടൈമാണ്. മറ്റേ പ്രേമിൽ വന്നപ്പോൾ അമൃത പോയതാണ് കയറിയതാണ്. ഇപ്പം അനശ്വര തിരിച്ചു വരികയാണ്. അനശ്വര ആക്ഷൻ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും നെഗറ്റീവ് ആയാലും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ അർജുൻ അശോകൻ നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലെ വരും ബാലു വർഗീസ് എല്ലാം കൊണ്ട് നല്ല പടമാണ്. ഫാമിലിയിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. ഒരു സസ്പെൻസ് ത്രില്ലറാണ്, ഒരു കോമഡി ത്രില്ലറാണ്. കോമഡി ഉണ്ട്, അപ്പോൾ ത്രില്ലറാണ്. നല്ല മെസ്സേജും ഉണ്ട്. ഈ നന്നായിട്ട് ഓർമ്മ പടമാണ്. അതൊരു ഫാന്റസി ടൈപ്പ് ഒരു സിനിമ. നമ്മുടെ അർജുൻ അശോകൻ നന്നായിട്ടുണ്ട്. അനശ്വരരാജനും കിടിലായിട്ടുണ്ട്. ഒരു ഫാമിലി മൂവി എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് വന്നാൽ ചിരിച്ച് നല്ലൊരു ഫാമിലി ആയിട്ട് കോമഡി ആയിട്ട് കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമ. കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി. ത്രില്ലറൊക്കെ എങ്ങനെയുണ്ട്? ത്രില്ലർ എലമെന്റ്സ് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നല്ല മേക്കിംഗ് ആണ്. സൗണ്ട് നന്നായിട്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ നന്നായിട്ട് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ.